ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ചാപ്റ്ററിൻ്റെ തുടർന്നുള്ള പോർഷൻസാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റേഷ്യൽ ഉട്ടോപ്പിയ. അണ്ടർ ദ ഷാഡോ ഓഫ് വാർ, യുദ്ധത്തിൻ്റെ നിഴലിൽ ദ നാസീസ് പ്രൊസീഡഡ് ടു റിയലൈസ് ദെയർ മർഡേഴ്സ് റേഷ്യൽ ഐഡിയ. നാസീസ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ യുദ്ധത്തിൻ്റെ മറവിൽ എന്ത് ചെയ്തു? അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. എന്തായിരുന്നു അത്? മർഡറസ് റേഷ്യൽ ഐഡിയ. ജിനോസൈഡ് ആൻഡ് വാർ ബിക്കെയിം ടു സൈഡ്സ് ഓഫ് സെയിം കോയിൻ. ജിനോസൈഡ് അതായത് വംശഹത്യയും യുദ്ധവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി മാറി. അതായത് യുദ്ധം നടക്കുമ്പോൾ തന്നെ അൺഡിസൈറബിളായിട്ടുള്ള ആൾക്കാരെ ആര് കൊല്ലാൻ തുടങ്ങി? നാസീസ് കൊല്ലാൻ തുടങ്ങി. ഓക്കുപ്പൈഡ് പോളണ്ട് വാസ് ഡിവൈഡഡ് അപ്പ്. അതായത് ഒക്കുപ്പൈ ചെയ്യപ്പെട്ട പോളണ്ട് വിഭജിക്കപ്പെട്ടു, ഡിവൈഡ് ചെയ്യപ്പെട്ടു. മച്ച് ഓഫ് നോർത്ത് വെസ്റ്റേൺ പോളണ്ടിൻ്റെ നോർത്ത് വെസ്റ്റ് പാർട്ട് ഒട്ടുമിക്കതും എന്ത് ചെയ്തു? വാസ് അനക്സ്ഡ് ടു ജർമ്മനി. ജർമ്മനിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. Poles were forced to leave their homes and properties behind to be occupied by ethnic German brought in from occupied Europe. പോളിഷ് ജനതയെ എന്ത് ചെയ്തു? ഫോഴ്സ് ചെയ്തു. എന്തിനാ? അവരുടെ വീടും സ്വത്തും ഒക്കെ വിട്ട് അവരെ പോകാനായിട്ട് പറഞ്ഞു, പോകാനായിട്ട് നിർബന്ധിതരാക്കി. ബിഹൈൻഡ് ടു ബി ഒക്കുപ്പൈഡ് ബൈ എത്തനിക് ജർമ്മൻ ബ്രോട്ട് ഇൻ ഫ്രം ഒക്കുപ്പൈഡ് യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ഒക്കുപ്പൈ ചെയ്യപ്പെട്ട ജർമ്മൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്? നാസീസ് ജൂതമതക്കാരോട് ചെയ്തതുപോലെ തന്നെ പോളിഷ് ജനതയോടും ചെയ്തത്. എന്നിട്ട് പോൾസ് എവിടാ പോയത്? പോൾസ് were then herded like a cattle in the other part called general government. ഈ പറയുന്ന പോളിഷ് ജനതയെ കളികളെ കൊണ്ടിടുന്ന പോലെ എവിടെ കൊണ്ടിട്ടു? ജനറൽ ഗവൺമെൻറ്റിൽ കൊണ്ടിട്ടു. അതെന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ, അല്ലാതെ സർക്കാരൊന്നുമല്ല, ഒരു ഏരിയ ആണ്. അവിടെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? അൺഡിസൈറബിളായിട്ടുള്ള ആൾക്കാർ, എംപയറിലുള്ള എല്ലാ അൺഡിസൈറബിളായിട്ടുള്ള ആൾക്കാരെയും കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു. മെമ്പേഴ്സ് ഓഫ് ദ പോളിഷ് ഇൻ്റലിജൻഷ്യ വെർ മർഡേർഡ് ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു കീപ് ദ എൻറ്റയർ പീപ്പിൾ ഇൻ്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി സർവൈവ്. പോളിഷ് മെമ്പേഴ്സ്, അത് ബുദ്ധിജീവികളായിട്ടുള്ള പോളിഷ് മെമ്പേഴ്സിനെ വലിയ തോതിൽ കൊന്നു. എന്തിനു വേണ്ടിയാ? ഇൻ ഓർഡർ ടു കീപ് ദ എൻറ്റയർ പീപ്പിൾ ഇൻ്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി സർവൈവ്. അതായത് എൻറ്റയർ ആൾക്കാരെയും ഇൻ്റലക്ച്വലി അതേപോലെ സ്പിരിച്വലി അടിമകളാക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത്. ഇനിയും ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ ജീവനോടുണ്ടായാൽ അവരെന്ത് ചെയ്യും? നാസീസിൻ്റെ എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യും, എതിർക്കും എന്ന് നാസീസിന് തോന്നിയോണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. പോളിഷ് ചിൽഡ്രൻ ഹു ലുക്ഡ് ലൈക്ക് ആര്യൻസ് വെർ ഫോഴ്സിബിളി സ്നാച്ച്ഡ് ഫ്രം ദെയർ മദേഴ്സ് ആൻഡ് എക്സാമിൻഡ് ബൈ റേസ് എക്സ്പേർട്ട്. ഈ നാസീസിന് റേസ് എക്സ്പേർട്സും ഉണ്ടായിരുന്നു. അതായത് ഒരു കുട്ടിയെ കണ്ടാൽ ഏത് വർഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് പറയാനുള്ള കഴിവുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തിരുന്നത്? ആര്യൻസിനെ പോലെ ഇരിക്കുന്ന പോളിഷ് കുട്ടികളെ അവരുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് റേസ് എക്സ്പേർട്സാൽ എക്സാമിൻ ചെയ്യും. ഇഫ് ദേ പാസ് ദ റേസ് ടെസ്റ്റ്, ഇനി ആ വർഗ പരീക്ഷണത്തിൽ അവർ പാസ്സാവുകയാണെങ്കിൽ അപ്പോഴും അവരുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. ഇതിന് പകരം എന്താ ചെയ്യുക? ദേ വർ റേസ്ഡ് ഇൻ ജർമ്മൻ ഫാമിലീസ്. അവരെ ജർമ്മൻ ഫാമിലീസിൽ വളർത്താനായിട്ട് കൊടുക്കും. അതായത് അവരവിടെ ആയിരിക്കും വളരുക. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇഫ് നോട്ട്, ഇനി ആ പരീക്ഷണത്തിൽ തോൽക്കുകയാണെങ്കിലോ, ദേ വർ ഡിപ്പോസിറ്റഡ് ഇൻ ഓർഫനേജസ് വെയർ മോസ്റ്റ് പെരിഷ്ഡ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും അച്ഛനമ്മമാരുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കില്ല. അതിന് പകരം അവരെ ഓർഫനേജിൽ ഇടുകയും അതുപോലെ അവിടെ അവർ കൊല ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള കെയറും ഫെസിലിറ്റിയും ഒന്നും കിട്ടാതെ വരുമ്പോൾ ആ കുട്ടികൾ അവിടെ കിടന്ന് തന്നെ മരിക്കുകയാണ് ചെയ്യുക. വിത്ത്
സം ഓഫ് ദ ലാർജസ്റ്റ് ഗെറ്റോസ് ആൻഡ് ഗ്യാസ് ചേമ്പേഴ്സ്, ചില വലിയ ലാർജ് ഗെറ്റോസും ഗ്യാസ് ചേമ്പേഴ്സും ഒക്കെ ഉള്ളതിനാൽ ജനറൽ ഗവൺമെൻറ് ഓൾസോ സെർവ്ഡ് ആസ് എ കില്ലിംഗ് ഫീൽഡ് ഫോർ ജൂയിഷ്. ജനറൽ ഗവൺമെൻറ് യഹൂദരെ കൊല്ലുന്ന ഇടമായിട്ട് മാറി. ഈ കാണുന്ന വണ്ടി കണ്ടോ, ഇതും എന്താണ്, ഡെത്ത് ചേംബറിലേക്ക് ജൂതമതക്കാരെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു ഡെത്ത് ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം, ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂത്ത് ഇൻ നാസി ജർമ്മനി. നാസി ജർമ്മനിയിലെ യൂത്ത്. ഹിറ്റ്ലർ വാസ് ഫനാറ്റിക്കലി ഇൻട്രസ്റ്റഡ് ഇൻ ദ യൂത്ത് ഓഫ് ദ കൺട്രി. ഹിറ്റ്ലറിന് രാജ്യത്തെ യുവാക്കളോട് തീവ്രമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. He felt that a strong Nazi society could be established only by teaching children Nazi ideology. അദ്ദേഹത്തിന് എന്താണ് തോന്നിയിരുന്നത്? അതായത് ഒരു സ്ട്രോങ് നാസി സൊസൈറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടികളെ നാസി ഐഡിയോളജി പഠിപ്പിക്കണം. ദിസ് റിക്വയർഡ് എ കൺട്രോൾ ഓവർ ദ ചൈൽഡ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സ്കൂൾ. ഇതിന് എന്ത് വേണം? കുട്ടികളിലൊരു കൺട്രോൾ വേണം, സ്കൂളിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. വാട്ട് ഹാപ്പൻ ഇൻ സ്കൂൾസ് അണ്ടർ നാസിസം? നാസിസത്തിൻ്റെ അണ്ടറിലുള്ള സ്കൂൾസിനൊക്കെ എന്താ സംഭവിച്ചേ? ഓൾ സ്കൂൾസ് വെർ ക്ലിൻസ്ഡ് ആൻഡ് പ്യൂരിഫൈഡ്. എല്ലാ സ്കൂൾസിനും എന്താണ്? ശുദ്ധീകരിച്ചു, പ്യൂരിഫൈ ചെയ്തു. ദിസ് മീൻസ് ദാറ്റ് ഇവിടെ എന്താ അർത്ഥാക്കണേ? ടീച്ചേഴ്സ് who were Jewish or seen as politically unreliable were dismissed. ജൂത മതത്തിൽപ്പെട്ട ടീച്ചേഴ്സിനെയും അതേപോലെ പൊളിറ്റിക്കലി അൺറിലയബിൾ ആയിട്ടുള്ള ആൾക്കാരെയും പിരിച്ചുവിട്ടു എന്നാണ് അർത്ഥം. Children were first segregated. ആദ്യമേ കുട്ടികളെ വേർതിരിച്ചു. Germans and Jews could not sit together or play together. ജർമ്മൻസും അതേപോലെ ജൂതമതത്തിൽപ്പെട്ട കുട്ടികളും ഒരുമിച്ച് ഇരിക്കില്ല, അതേപോലെ കളിക്കാനും സമ്മതിച്ചിരുന്നില്ല. Subsequently, undesirable children, Jews, the physically handicapped, gypsies were thrown out of school. ശേഷം എന്താ സംഭവിച്ചേ? അൺഡിസൈറബിൾ ആയിട്ടുള്ള കുട്ടികളെ, അതായത് ജൂതമതക്കാരെ, ജർമ്മൻസിൽ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, ജിപ്സീസിനെ, ഇവരെ എല്ലാം സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആൻഡ് ഫൈനലി ഇൻ ദ 1940s, അവസാനം 1940കളിൽ they were taken to the gas chambers. എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം തന്നെ ഗ്യാസ് ചേമ്പേഴ്സിലേക്ക് കൊണ്ടുപോയി. Good German children were subjected to a process of Nazi schooling, a prolonged period of ideological training. ശുദ്ധീകരിക്കപ്പെട്ട മറ്റു കുട്ടികൾ, അതായത് ജർമ്മൻ കുട്ടികളെ എന്താണ് നാസി സ്കൂളിങ്ങിലൊക്കെ വിധേയരാക്കി, നാസി സ്കൂളിംഗ് ഒക്കെ ചെയ്തു, അവർക്ക് ഐഡിയോളജിക്കൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തു, അങ്ങനെ പോയി. സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വെർ റീ റിട്ടേൺ. സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം തന്നെ മാറ്റി എഴുതി. Racial science was introduced to justify Nazi idea of race. അതായത് വംശത്തെക്കുറിച്ചുള്ള നാസി ആശയങ്ങളെ ന്യായീകരിക്കാനായിട്ട് റേഷ്യൽ സയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. Stereotypes about Jews were popularized even through മാത്സ് ക്ലാസ്സസ്. മാത്സ് ക്ലാസ്സസിലൂടെ പോലും ജൂതമതക്കാരെക്കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പുകൾ പോപ്പുലറൈസ് ചെയ്തിരുന്നു. Children were taught to be loyal and submissive, hate Jews and worship Hitler. കുട്ടികളെ എന്താണ് പഠിപ്പിച്ചിരുന്നത്? വിശ്വസ്തരാകാനും അതേപോലെ അനുസരണയുള്ള കുട്ടികളായി വളരാനും ജൂതമതക്കാരെ വെറുക്കാനും ഹിറ്റ്ലറിനെ ആരാധിക്കാനുമാണ് പഠിപ്പിച്ചിരുന്നത്. Even the function of sports was to nurture a spirit of violence and aggression among children. സ്പോർട്സിലാണെങ്കിൽ പോലും എന്താണ് അവർ ചെയ്തിരുന്നത്? അതായത് കുട്ടികളിൽ അക്രമത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും മനോഭാവം വളർത്തുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഹിറ്റ്ലർ ബിലീവ്ഡ് ദാറ്റ് ബോക്സിംഗ് കുഡ് മേക്ക് ചിൽഡ്രൻ അയൺ ഹേർട്ടഡ്, സ്ട്രോങ് ആൻഡ് മാസ്കുലിൻ. ഹിറ്റ്ലർ എന്താണ് കരുതിയിരുന്നത്?
ബോക്സിംഗ് കുട്ടികളെ ഇരുമ്പ് ഹൃദയമുള്ളവരും ശക്തരും പുരുഷത്വമുള്ളവരുമാക്കുമെന്നായിരുന്നു ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത്. Youth organizations were made responsible for educating German youth in the spirit of National Socialism. ജർമ്മൻ യുവാക്കളെ സ്പിരിറ്റ് ഓഫ് നാഷണൽ സോഷ്യലിസം എന്നത് പഠിപ്പിക്കാനായിട്ട് യുവജന സംഘടനകളെ ചുമതലപ്പെടുത്തി. അത് മാത്രമാണോ? അല്ല. 10 years old had to enter ജങ് വോക്ക്. 10 വയസ്സുള്ള കുട്ടികൾ ജങ് വോക്കിൽ പ്രവേശിക്കേണ്ടി വന്നു. ആട്ടെ, ഈ ജങ് വോക്ക് എന്നാൽ എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി വന്ന ഒരു നാസി യൂത്ത് ഗ്രൂപ്പാണ് ജങ് വോക്ക് എന്ന് പറയുന്നത്. അറ്റ് 14 വയസ്സിൽ all boys had to join the Nazi youth organization ഹിറ്റ്ലർ യൂത്ത്. 14 വയസ്സിൽ എല്ലാ ആൺകുട്ടികൾക്കും ഹിറ്റ്ലർ യൂത്ത് എന്ന നാസി യൂത്ത് ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യേണ്ടി വന്നു. അവിടെ എന്താ അവർ പഠിച്ചിരുന്നത്? വേർ ദേ ലേൺ ടു വർക്ക്ഷിപ്പ് വോർ. അവർ വോർ വർക്ക്ഷിപ്പ് ചെയ്യാൻ പഠിച്ചു. അതേപോലെ ഗ്ലോറിഫൈ അഗ്രഷൻ ആൻഡ് വയലൻസ്. വയലൻസും അഗ്രഷനും ഗ്ലോറിഫൈ ചെയ്യാൻ പഠിച്ചു. ഡെമോക്രസി കണ്ടംപ്റ്റ്. ഡെമോക്രസിയെ മഹത്വകരിക്കാൻ പഠിച്ചു. ആൻഡ് ഹേറ്റ് ജൂയിസ്, കമ്മ്യൂണിസ്റ്റ്, ജിപ്സീസ് ആൻഡ് ഓൾ ദോസ് കാറ്റഗറൈസ്ഡ് ആസ് അൺഡിസൈറബിൾ. അതുകൂടാതെ ജൂതമതക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജിപ്സീസിനെയും അതേപോലുള്ള എല്ലാ അൺഡിസൈറബിൾ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെയും വെറുക്കാനും പഠിപ്പിച്ചു. After a period of rigorous ideological and physical training, they joined the labor service. അതായത് ഐഡിയോളജിക്കൽ അതേപോലെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് ശേഷം അവരെവിടെ ജോയിൻ ചെയ്തു? ലേബർ സർവീസ് ജോയിൻ ചെയ്തു. യൂഷ്വലി അറ്റ് ദ ഏജ് ഓഫ് 18. അതവർ ജോയിൻ ചെയ്യുക യൂഷ്വലി ഏത് വയസ്സിലാണ്? 18 വയസ്സിലാണ്. ദെൻ ദേ ഹാഡ് ടു സെർവ് ഇൻ ദ ആംഡ് ഫോഴ്സസ്. അതിനുശേഷം അവരെന്ത് ചെയ്യണം? രാജ്യത്തിന് വേണ്ടി പോരാടണം. അതായത് ആംഡ് ഫോഴ്സസിൽ ചേരണം. ആൻഡ് എൻറ്റർ വൺ ഓഫ് ദ നാസി ഓർഗനൈസേഷൻ. എന്നിട്ട് ഏതെങ്കിലും ഒരു നാസി ഓർഗനൈസേഷനിൽ ചേരുകയും ചെയ്യണം. The Youth League of the Nazi was founded in 1922. നാസിസിൻ്റെ യൂത്ത് ലീഗ് കണ്ടെത്തിയത് ഏത് വർഷമാണ്? എന്നാണത് വന്നത്? 1922. 4 years later, 4 വർഷത്തിന് ശേഷം ഇറ്റ് വാസ് റീനെയിംഡ് ഹിറ്റ്ലർ യൂത്ത്. പേര് മാറിയിട്ട് അത് ഹിറ്റ്ലർ യൂത്ത് എന്നാക്കി. ടു യൂണിഫൈ ദ യൂത്ത് മൂവ്മെൻറ്റ് അണ്ടർ നാസി കൺട്രോൾ. നാസി നിയന്ത്രണത്തിലുള്ള യൂത്ത് മൂവ്മെൻറ്റിനെ ഏകീകരിക്കാൻ all other youth organizations were systematically dissolved and finally banned. മറ്റെല്ലാ യൂത്ത് ഓർഗനൈസേഷൻസും പിരിച്ചുവിടുകയും അവസാനം നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.